ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥ, പണം വരാത്ത അവസ്ഥ, വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥ, ആരോഗ്യം, ജോലി, കുടുംബം എല്ലാം ഒരുമിച്ച് തകരുന്നത് പോലെ തോന്നുന്നുണ്ടോ? എന്നാൽ ഈ വീഡിയോ കേൾക്കുന്ന അശ്വതി മുതൽ ആയില്യം വരെ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ മാറ്റത്തിൻ്റെ സമയം ആരംഭിക്കാൻ പോവുകയാണ്. 2026 ജൂൺ 2. ഈ ഒരു തീയതി പലരുടെയും ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റിത്തിരിക്കാൻ പോകുന്ന ദിവസമാണ്. കാരണം വ്യാഴം രാശി മാറുന്നു. ഇത് സാധാരണമായ ഒരു ഗ്രഹമാറ്റമല്ല, ഇത് ഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കുന്ന സമയമാണ്. ചിലർക്കിത് രാജയോഗം, ചിലർക്ക് ധനനേട്ടം, ചിലർക്കിത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഉയർച്ചയുടെ തുടക്കം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വ്യാഴമാറ്റം എല്ലാവർക്കും ഒരേ ഫലം നൽകില്ല. ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനലാഭം വന്നു ചേരും, ചിലർക്ക് വിദേശ യോഗമുണ്ടാകും, ചിലർക്ക് കടബാധ്യതകളിൽ നിന്നും മോചനമുണ്ടാകും, മറ്റു ചിലർക്ക് വലിയൊരു മുന്നറിയിപ്പ് കേൾക്കേണ്ട സമയം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രഫലം അവസാനം വരെ കേൾക്കുക. കാരണം നിങ്ങൾ കാത്തിരുന്ന ഭാഗ്യം ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ചെയ്യുക. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രകൃതിമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയ്ക്ക് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഞാൻ എഴുതിയെടുക്കും. നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇനി നമുക്ക് ഓരോ നക്ഷത്ര ജാതകരിലേക്കും കടക്കാം. 2026 ജൂൺ 2 വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്രജാതകരെയും അല്പം ശ്രദ്ധിക്കേണ്ടതായ നക്ഷത്രജാതകരെയും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ആദ്യ നക്ഷത്രം അശ്വതി തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ്. നിങ്ങൾ ഏറെ നാളുകളായി കാത്തിരുന്ന ഒരു ഉയർച്ചയുടെ തുടക്കമാണ് ഈ വ്യാഴമാറ്റം. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പണം തിരികെ കിട്ടാൻ സാധ്യത കാണുന്നു. പുതിയ ജോലി, പുതിയ ബിസിനസ്, പുതിയ അവസരങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന സമയം. ചില അശ്വതി ജാതകർക്ക് വിദേശ യോഗം വരെ കാണുന്നു. വീട്ടിൽ സന്തോഷം വർദ്ധിക്കും, ദൈവവിശ്വാസം കൂടും, പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന സമയം കൂടിയാണിത്. അശ്വതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടും, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും അശ്വതി എത്തുന്നു. ശിവക്ഷേത്ര ദർശനം നടത്തണം, ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ അശ്വതി നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കണം, പഴയ അസുഖങ്ങൾ വീണ്ടും തലപൊക്കാൻ സാധ്യതയുണ്ട്. ആഹാരത്തിൽ നിയന്ത്രണം വേണം, വൈകി ഉറങ്ങുന്ന ശീലം ഒഴിവാക്കണം, രാത്രികാല യാത്രകളൊക്കെ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് ഈ സമയം ധനയോഗത്തിൻ്റെ ശക്തമായ തുടക്കമാണ്. പണം വരും, പക്ഷെ ചിലവ് നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ വരുന്നതിലും വേഗത്തിൽ പണം പോകുവാനുള്ള സാധ്യത കാണുന്നു. ജോലിയിൽ പുതിയ അവസരങ്ങൾ വരും, പക്ഷേ എല്ലാ അവസരങ്ങളും സ്വീകരിക്കേണ്ടതില്ല, വിവേകം ഉപയോഗിക്കണം. ചില ഭരണി നക്ഷത്ര ജാതകർക്ക് പുതിയ വീട് വാങ്ങാനുള്ള യോഗം കാണുന്നു. പഴയ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കും, പക്ഷേ കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വാക്കുകൾ നിയന്ത്രിക്കണം, പെട്ടെന്ന് ദേഷ്യപ്പെടരുത്. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ തന്നെയാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ഇത് രാജയോഗത്തിൻ്റെ സമയമാണ്. സമൂഹത്തിൽ നിങ്ങളുടെ വില ഉയരും, നിങ്ങളെ അവഗണിച്ചവർ പോലും നിങ്ങളെ തേടി വരും.
ജോലിയിൽ പ്രമോഷൻ ലഭിക്കും. ബിസിനസ്സിൽ വലിയ വളർച്ച വന്നു ചേരും. അധികാര സ്ഥാനങ്ങളിലെത്താനുള്ള സാധ്യത കാണുന്നു. ഇതിനെല്ലാം പുറമേ നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യം നിങ്ങളെ കൂടെ ഉണ്ടാകും. വസ്തുവകകൾ വാങ്ങാൻ, വിദേശത്ത് പോകാൻ, അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. പക്ഷേ നിങ്ങളുടെ വളർച്ച കണ്ട് ചിലർ അസൂയപ്പെടും. അവരുടെ വാക്കുകൾ കേട്ട് മനസ്സ് തളരരുത്. ശിവക്ഷേത്ര ദർശനം നടത്തണം. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമാണ്. സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. കടം വീട്ടാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. പുതിയ വീട്, സ്വത്ത് ഇതൊക്കെ ലഭിക്കാനുള്ള സമയമാണ്. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും. ദമ്പതികൾക്കിടയിൽ സ്നേഹം കൂടും. സന്താന ഭാഗ്യം കാണുന്നു. പക്ഷേ ആരോഗ്യത്തിൽ ചെറിയ ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അവഗണിക്കരുത്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും ഉറപ്പാണ്. അടുത്ത നക്ഷത്രം മകയിരമാണ്. മകയിരം നക്ഷത്ര ജാതകർക്ക് സ്ഥിരമായ ഉയർച്ചയുടെ സമയമാണ്. പെട്ടെന്ന് കോടികൾ കിട്ടുന്ന ഭാഗ്യമല്ല, പക്ഷേ സ്ഥിരമായ വരുമാനം വർദ്ധിക്കുന്ന ഒരു വലിയ ഭാഗ്യത്തിലേക്കാണ് ഇവരെത്തുന്നത്. മക്കളുടെ കാര്യത്തിൽ സന്തോഷ വാർത്ത കേൾക്കാം. വീട്ടിൽ ഐക്യം വർദ്ധിക്കും. ദൈവാനുഗ്രഹം കൂടും. പക്ഷെ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ തുടങ്ങരുത്. ധൈര്യവും ക്ഷമയും വേണം. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത്. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ധൈര്യവും ക്ഷമയും ഒക്കെ വേണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ദേവിയെ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നല്ലതേ സംഭവിക്കുകയുള്ളൂ. ധൈര്യമായിട്ടിരിക്കുക. ഇനി അടുത്തത് തിരുവാതിര നക്ഷത്രം. വലിയ ഉയർച്ചയുടെ സമയമാണ് ജൂൺ 2 മുതൽ തിരുവാതിര നക്ഷത്ര ജാതകർക്ക്. രാജയോഗം കാണുന്നു. അധികാരവും ബഹുമാനവും വർദ്ധിക്കും. ജോലിയിൽ ഉയർച്ച ഉണ്ടാകും. ബിസിനസ്സിൽ വലിയ ലാഭം ഉണ്ടാകും. ഇതൊക്കെ സാധ്യമായ സമയമാണ്. പക്ഷേ മാനസിക സമ്മർദ്ദം വർദ്ധിക്കാം. അമിതമായി ചിന്തിക്കരുത്. പ്രാർത്ഥനയും ധ്യാനവും ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കുന്ന സമയമാണിത്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും. വിദ്യാഭ്യാസത്തിൽ വൻ മുന്നേറ്റം വന്നു ചേരും. നിങ്ങളുടെ കഴിവ് കണ്ട് മറ്റുള്ളവർ അംഗീകരിക്കുന്ന സമയമാണ്. സമൂഹത്തിൽ വില ഉണ്ടാകുന്ന സമയം. പക്ഷേ എല്ലാ തീരുമാനങ്ങളും മറ്റുള്ളവരെ ആശ്രയിച്ചെടുക്കരുത്. നിങ്ങളുടെ ബുദ്ധിയും വിവേകവും ഉപയോഗിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വഴിപാടുകൾ സമർപ്പിക്കുക. മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കുക. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ് വരുന്നത്. പഴയ കടങ്ങൾ തീർക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനം വരും. മക്കളുടെ കാര്യത്തിൽ സന്തോഷം കേൾക്കാം. പക്ഷേ ആരോഗ്യത്തിൽ ചെറിയ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് തലവേദനയും കണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അവഗണിക്കരുത്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഈ വ്യാഴമാറ്റം നിങ്ങളെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്ന സമയമാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക്. ജൂൺ 2 ശേഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ധനയോഗം, രാജയോഗം, സമൂഹത്തിൽ ഉയർച്ച, കുടുംബ ഐക്യം ഇതൊക്കെ കാണുന്നു. പഴയ കലഹങ്ങൾ മാറും. പുതിയ സന്തോഷം ജീവിതത്തിലേക്ക് വരും. പക്ഷേ നിങ്ങളുടെ പുരോഗതി കണ്ട് ചിലർ അസൂയപ്പെടും. അവരുടെ നെഗറ്റീവ് വാക്കുകൾ ശ്രദ്ധിക്കരുത്. ഇനി ചില പ്രധാന കാര്യങ്ങൾ പറയാം. ചില പരിഹാരങ്ങൾ പറയാം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം കൂടി നടത്തി നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. തീർച്ചയായിട്ടും വരാനിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. അതുപോലെ രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷീരാഭിഷേകം നടത്തുക. പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസ നേർച്ച നടത്തുക. എല്ലാ നക്ഷത്ര ജാതകരും ജൂൺ 2 അരി ദാനം ചെയ്യുക. അപ്പോൾ ഭാഗ്യം വർദ്ധിക്കും. അതുകൊണ്ട് അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്ര ജാതകരെ, നിങ്ങൾ കടന്നു വന്ന കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനം വരുന്നു. ജൂൺ 2 ശേഷം ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. എവിടെ പോയി അന്വേഷിച്ചാലും ഇത് സത്യമാണ്, ഉറപ്പാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
നിങ്ങളുടെ നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യൂ. ഞാൻ പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പൂജയിൽ പങ്കെടുപ്പിക്കും. നന്ദി, നമസ്കാരം.